Hello students, welcome to the class of machine learning. So നമ്മൾ ഫസ്റ്റ് രണ്ട് മോഡ്യൂൾസ് അതായത് കമ്പ്യൂട്ടേഷണൽ ഫണ്ടമെൻ്റൽസ് ഫോർ മെഷീൻ ലേണിംഗ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഫസ്റ്റ് രണ്ട് മോഡ്യൂൾസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ തേർഡ് മോഡ്യൂൾ. അപ്പോൾ വെക്ടർ കാൽക്കുലസ് ആണ് നമ്മൾ തേർഡ് മോഡ്യൂളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് യൂണിവേരിയേറ്റ് ഫങ്ഷൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നോർമലി നമ്മൾ ഡെറിവേറ്റീവിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ് നമ്മൾക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഒരു എച്ച് എന്ന ഒരു വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. Therefore, limit h tends to 0, f of x plus h minus f of x divided by h is the derivative of f of x. That is denoted as f dash of x. അപ്പോൾ ഡെറിവേറ്റീവ് ഫോർമുല ഇതാണ്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ ഫോർമുല ചെയ്യേണ്ടത്. ഓർഡിനറി ഒരു ഫംഗ്ഷൻ തന്നാൽ, സപ്പോസ് ഫോർ എക്സാമ്പിൾ f of x ഈക്വൽ ടു 5x minus 4 ആണ് എങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി നോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ഫോർമുല, അതായത് എഫ് ഡാഷ് ഓഫ് എക്സിൽ നമ്മൾ ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് 5x മൈനസ് 4 എന്താണ്, 5 ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് 5 എങ്ങനെ ഈ ഡെഫിനിഷനിലൂടെ കൊണ്ടുവരാം, ത്രൂ ഔട്ട് using the definition how we can find the value of the function എന്നുള്ളത് നോക്കാം. That is f dash of x equal to limit h tends to 0 f of x plus h എന്താണ്, 5x plus h minus 4 minus f of x, അതായത് 5x minus 4 ആണ്. The whole divided by h ആണ് ഫോർമുല. സോ ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ആൻസർ നമുക്കിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിലെ ഓരോ ടേംസും, അതായത് ലിമിറ്റ് h ടെൻസ് ടു 0 ദിസ് ബിക്കംസ് 5x പ്ലസ് 5h minus 4 minus 5x plus 4 the whole divided by h. അപ്പോൾ ഇവിടെ നമുക്ക് 5xും 5xും ക്യാൻസൽ ആവുന്നുണ്ട്, ഇവിടെ -4 പ്ലസ് 4 ക്യാൻസൽ ആവുന്നുണ്ട്. സോ ദെയർഫോർ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 5h ഡിവൈഡഡ് ബൈ h. അപ്പോൾ h ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 ഓഫ് 5 വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ലിമിറ്റ് സപ്പോസ് ഫംഗ്ഷൻ വേരിയബിൾ ഓർ h ടെൻസ് ടു 0 ഓഫ് എ കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ ദ ആൻസർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇറ്റ് സെൽഫ്. സോ അക്കോർഡിംഗ് ടു ദിസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ആൻസർ ഇസ് ഈക്വൽ ടു 5. സോ വി നോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 4 ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്നുള്ളതാണ്. ഇനി സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് നമുക്ക് തരുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ വാട്ട് ഇസ് എഫ് ഡാഷ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ് എന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ ഇത് എങ്ങനെ ഈ ഡെഫിനേഷനിലൂടെ കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അതിൽ എഫ് ഓഫ് എക്സ് പ്ലസ് h ഈക്വൽ ടു എന്താണ്, എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എക്സ് പ്ലസ് എച്ച് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മുടെ ആൻസർ എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ. ഇതെങ്ങനെ നമ്മൾ എഴുതിയത്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. ഇനി അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ h. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0. ഇതിൽ പോസിറ്റീവ് എക്സ് സ്ക്വയറും നെഗറ്റീവ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ, ബാക്കി വരുന്ന ആൻസർ 2xh പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ h.
ഇനി നമുക്ക് ലിമിറ്റ് h ടെൻസ് ടു 0 ഇവിടെ നമ്മുടെ h ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ടൊന്ന് പുറത്തെടുക്കുക. ദാറ്റ് ഈസ് h ഇൻറ്റു ലിമിറ്റ് ഓഫ് 2x പ്ലസ് h. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും വരുന്നത് ആൻസർ? ലിമിറ്റ് h ടെൻസ് ടു 0 2x പ്ലസ് h ആണ് വരുന്നത്. സോ നൗ യു ക്യാൻ സ്പ്ലിറ്റ് ദ ലിമിറ്റ് ഇൻറ്റു 2 പാർട്സ്. വൺ ഇസ് എങ്ങനെ എഴുതാം? ലിമിറ്റ് h ടെൻസ് ടു 0 ഓഫ് 2x പ്ലസ് ലിമിറ്റ് h ടെൻസ് ടു 0 ഓഫ് h. ഫ്രം ദിസ് 2x എന്നുള്ളതിൽ വിത്ത് റെസ്പെക്ട് ടു ഹെച്ചിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഹെച്ച് എന്ന ടേം ഫസ്റ്റ് ടേമിലുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് ഹെച്ചിനെ സംബന്ധിച്ചിടത്തോളം 2x കോൺസ്റ്റൻ്റ് ആണ്. യു ക്യാൻ ടേക്ക് 2x ഔട്ട് സൈഡ്. സോ ലിമിറ്റ് h ടെൻസ് ടു 0 ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 ഓഫ് സെക്കൻഡ് ടേം എന്താണ്? h. സോ ദെയർഫോർ 2x ഇൻറ്റു ഇതിൻ്റെ ആൻസർ ഇൻറ്റു 1 പ്ലസ്, കാരണം ലിമിറ്റ് h ടെൻസ് ടു 0 ഓഫ് എ കോൺസ്റ്റൻറ്റ് term is equal to the constant itself. So 2x into 1 plus 0. H-ന് 0 substitute ചെയ്യുമ്പോൾ ആൻസർ എന്താ? 0. So answer is equal to 2x. അപ്പോൾ given function f of x equal to x square ആണെങ്കിൽ f dash of x equal to 2x എന്നുള്ളത് നമ്മളിവിടെ by definition പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കണം. Next question, let f of x equal to 1 by x, find f dash of x. അതായത് f of x equal to 1 by x ആണെങ്കിൽ f of x plus h എന്താണ്? xനെ x plus h ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അതായത് 1 by x plus h ആണ്. സോ f dash of x equal to limit h tends to 0 f of x plus h minus f of x divided by h. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്? 1 divided by x plus h minus 1 by x the whole divided by h. Now cross multiply the terms. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ എന്താ? x minus of x plus h the divided by x into x plus h the whole divided by h. അപ്പോൾ ഇതിലെ ടേംസിനെ നമുക്ക് ഇവിടെ ഒരു ടേം കൂടി വരുന്നുണ്ട്. അതായത് ലിമിറ്റ് h ടെൻസ് ടു 0 അതും കൂടി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. സോ ലിമിറ്റ് h ടെൻസ് ടു 0 ഹിയർ ഓൾസോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ ഇവിടെ നമുക്ക് ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടേംസ് ഗെറ്റ്സ് ക്യാൻസൽ. സോ മൈനസ് h ന്യൂമറേറ്റർ എന്താവും? മൈനസ് h ഡിവൈഡഡ് ബൈ x ഇൻറ്റു x പ്ലസ് h the whole divided by h. That is equal to limit h tends to 0 that is minus h divided by x into x plus h. ഇനി hൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത് 1 by h ആയിരിക്കും വരുന്നത്. ഹെച്ചും ക്യാൻസൽ ആവും. So that you will be getting the terms equal to limit h tends to 0 it is minus 1 by x into x plus h. We cannot split this into two parts. ഇത് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. as 1 by x and 1 by x plus h എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? now multiply x inside. so limit h tends to 0 it is equal to minus 1 divided by x square plus x into h. Now it is limit h tends to 0 എന്നുള്ള ടേം ലിമിറ്റ് h tends to, അതായത് ഇങ്ങനെ ഓർക്കുക, ലിമിറ്റ് ഓഫ് x tends to 0 ഓഫ് a by b ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 ഓഫ് a ഡിവൈഡഡ് ബൈ ലിമിറ്റ് x tends to 0 ഓഫ് b എന്നുള്ളതാണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ആസ് ഫോർ as ഇവിടെയും അതേപോലെ തന്നെ ലെറ്റ് us write the answer. How can I write the answer? So I can split the terms as numerator by denominator. അതായത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ലിമിറ്റ് h tends to 0 of minus 1 the whole divided by limit h tends to 0 of x square plus x into h. അപ്പോൾ ലിമിറ്റ് h tends to 0 of a constant is the constant itself divided by, now again split this into two parts. ഡിനോമിനേറ്ററിലുള്ള ടേംസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ലിമിറ്റ് h tends to 0 of x square plus ലിമിറ്റ് h tends to 0 of x into h.
അപ്പോൾ ഇവിടെ എച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടോ ഫസ്റ്റ് പാർട്ടിൽ? ഇല്ല. ബട്ട് ഹിയർ എച്ച് ഉണ്ട്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ദ ആൻസർ. ബട്ട് ദ ഫസ്റ്റ് ടേം എച്ച് ഇല്ല. സോ -1 ഡിവൈഡഡ് ബൈ എച്ച് ടെൻസ് ടു 0 ആകുമ്പോൾ എക്സ് സ്ക്വയർ ഇസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ഇറ്റ് സെൽഫ് ആണ് ആൻസർ പ്ലസ് എക്സ് ഇൻറ്റു എച്ചിന് വാല്യൂ എന്താണ്? 0. ദാറ്റ് ഇസ് ഈക്വൽ ടു -1 ബൈ എക്സ് സ്ക്വയർ ഇസ് ദ ആൻസർ. സോ എഫ് ഓഫ് എക്സ് equal to നമ്മുടെ ആൻസർ 1 by x ആണ് and f dash of x is equal to we are getting by the definition -1 by x square. So this is the concept. Now the next question is, if f of x equal to x raised to n, find f dash of x. അതായത് f of x equal to x raised to n എന്നുള്ളതാണെങ്കിൽ നമ്മൾ df by dx ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, the derivative. So f of x plus h, what is f of x plus h? That is equal to x ഉള്ള സ്ഥലത്ത് x plus h ആയിട്ട് റീപ്ലേസ് ചെയ്യുക. That means x plus h the whole raised to n ആണ് വാല്യൂ. അന്നേരം നമുക്ക് we know that what is f dash of x? We know that f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. ഇതാണ് വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഒരു ഫോർമുല, അതായത് a plus b the whole raised to n ഫോർമുല, the binomial theorem of a plus b the whole raised to n, that is equal to a raised to n plus nc1 into a raised to n minus 1 into b plus nc2 into a raised to n minus 2 into b square plus next term nc3 into a raised to n minus 3 into b cube plus etc plus ncn into a raised to 0 b raised to n എന്നുള്ള ടേമാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് ഇത് എങ്ങനെ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എങ്ങനെ എഴുതാൻ പറ്റും? അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് എൻ സി 1 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് പ്ലസ് എൻ സി 2 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എച്ച് സ്ക്വയർ plus nc3 into x raised to n minus 3 into h cube plus etc plus ncn into x raised to 0 h raised to n ആണ് നമ്മളിവിടെ എടുക്കുന്ന വാല്യൂ. സോ ഇത് നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. സോ therefore f dash of x equal to, substitute this formula there, that is the whole divided by 1 by h ആണ്. അപ്പോൾ 1 by h ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്ത് വയ്ക്കുവാണ്. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു എൻ plus nc1 into x raised to n minus 1 into h plus nc2 into x raised to n minus 2 into h square plus etc plus ncn is equal to 1 ആണ് വാല്യൂ. n is equal to 1, x raised to 0 also equal to 1. അപ്പോൾ h raised to n ഇത്രയും ടേംസ് ആണ് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് റൈസ് ടു എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ആണ് വരുന്നത്. Now from this positive term, see here, this is the negative term and this positive term gets cancelled. അപ്പോൾ ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? ഇതിൽ നിന്ന് nc1 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് എല്ലാ ടേംസിലും ന്യൂമറേറ്ററിൽ ഒരു എച്ച് അവിടെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. സോ ടേക്ക് ദാറ്റ് എച്ച് ഫ്രം ദ ന്യൂമറേറ്റർ. സോ 1 ബൈ എച്ച് ഇൻറ്റു ന്യൂമറേറ്ററിൽ ഒരു എച്ച് പുറത്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ടേംസ് എന്താണ്? nc1 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, സോറി ഇവിടെ ഒരു ടേം കൂടി വിട്ടുപോയി, ദാറ്റ് you can rewrite this term as f of x, f dash of x is equal to, one more term is missing, that is equal to limit h tends to 0, limit h tends to 0. So here also I am writing the same term, limit
h tends to 0. So here remaining terms are nc1 into x raised to n minus 1 plus nc2 into x raised to n minus 2 into ഒരു h നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞു. So h plus etc plus 1h when you take from h raised to n it becomes h raised to n minus 1 എന്നുള്ള ടേം. അപ്പോൾ ഇവിടെ ഹെച്ചും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ടേം എന്താണ്? ഓൺ ക്യാൻസലിങ് ദിസ് ടേം യു ക്യാൻ റീറൈറ്റ് ദ ടേംസ്. അതായത് ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ലിമിറ്റ് h tends to 0 of nc1 into x raised to n minus 1 plus nc2 into x raised to n minus 2 into h plus etc plus h raised to n minus 1. സോ ഞാനിപ്പോൾ ലിമിറ്റ് h tends to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ടേംസിനും ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേമിൽ h ഇല്ലല്ലോ, അവിടെ നമുക്ക് h ഇല്ല. സോ ലിമിറ്റ് യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ലിമിറ്റ് h tends to 0 nc1 of x raised to n minus 1 plus ലിമിറ്റ് റിമൈനിങ് ടേംസ് എല്ലാം ചേർത്ത് ഞാൻ എഴുതുവാണ് into of nc2 into x raised to n minus 2 into h plus etc plus h raised to n minus 1 എന്ന് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിലെല്ലാ ടേംസിലും ന്യൂമറേറ്ററിൽ h ഇടുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ആൻസർ ബിക്കം 0. ദ നെക്സ്റ്റ് ടേം ഓൾസോ വിൽ ബി nc3 into x raised to n minus 3 into h സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ആ ടേമും 0 ആയി പോവും, ഈ ടേം എല്ലാ ടേംസും 0 ആയി പോവും. സോ റിമൈനിങ് നമുക്ക് ഈ ഒരു ടേം മാത്രമേ കാണത്തുള്ളൂ, അവിടെ h ഇല്ല. സോ ദാറ്റ് nc1 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു ദിസ് കോൺസ്റ്റൻറ്റ് ടേം ഇസ് ദ കോൺസ്റ്റൻറ്റ് ടേം ഇറ്റ് സെൽഫ് ആണ്. പ്ലസ് ബാക്കിയുള്ള ടേംസ് എന്താണ്? 0 പ്ലസ് 0 പ്ലസ് എക്സെട്ര പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദെയർഫോർ നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് റൈസ് ടു n ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 is the required derivative. So hope you could have understood this introduction part of the third module. If you have any doubts, please give me a message. Thank you.